നമസ്കാരം. എൻ്റെ പേര് ജോർജ് കെ വി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ പഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷി പ്രകാരം 2021-22 മുതൽ മത്സ്യകൃഷി ചെയ്തു വരുന്നു. ഇവിടെ ശുദ്ധജല മത്സ്യകൃഷിയാണ് നടത്തുന്നത്. 2 സെൻറ്റ് കുളത്തിൽ 100 ക്യൂബിക് മീറ്റർ സ്ഥലത്ത് വെള്ളമാണുള്ളത്. ഏതാണ്ട് 1 ലക്ഷം ലിറ്റർ വെള്ളം. അതിൽ ഞാൻ 8000 മീനെയാണ് വളർത്തുന്നത്. ഗിഫ്റ്റ് തിലോപ്പിയാണ് വളർത്തുന്നത്. അത് കുഞ്ഞുങ്ങൾ എൻ്റെ സീഡെല്ലാം അഡാക്കിൽ നിന്നും ഫിഷറീസ് വകുപ്പുകാർ എത്തിച്ചു തരുന്നതാണ്. 100 ക്യൂബിക് മീറ്റർ വെള്ളത്തിൽ 8000 മീനാണ് ഇവിടെ വളർത്തുന്നത്. 8000 വളർത്താൻ സാധിക്കുന്നത് ഇത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആയതുകൊണ്ടാണ്. അല്ലാതെങ്കിൽ നമുക്കിവിടെ 1000 മീനെ വളർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള എയറേഷനും സംവിധാനങ്ങൾ, ഫിൽട്രേഷൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അതിന് ഇവിടെ 4 എയറേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ 24 മണിക്കൂറും പ്രവർത്തിക്കണം. അതുപോലെ തന്നെ 4 ഫിൽട്ടർ പമ്പുകളുണ്ട്. അവ 24 മണിക്കൂറും വെള്ളത്തിൻ്റെ ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നീക്കം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ അമോണിയ ഉണ്ടാകുന്നത് തടയുകയാണ്. പിന്നെ അരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് പോകുന്ന 2ാം ഘട്ടം ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അതിന് MBVR, ബയോബോൾ തുടങ്ങിയ ബയോളജിക്കൽ ഫിൽറ്റർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവ ചെടികളിലൂടെ അക്വപോണിക്സ് രീതിയിൽ ചെടികൾ വളർത്തി അവ നൈട്രേറ്റ് വലിച്ചെടുത്ത ശേഷമാണ് ഈ വെള്ളം വീണ്ടും കുളത്തിലേക്ക് തിരിച്ചു വിടുന്നത്. ഫിൽറ്റർ നടക്കുന്നത് അമോണിയനെ നൈട്രേറ്റുമായി മാറ്റുന്ന പ്രക്രിയയാണ്. അവിടെ ബാക്ടീരിയയാണ് അവ നടത്തുന്നത്. നൈട്രേറ്റ് വളമാണ് ചെടികൾക്ക്. ആ വെള്ളം വീണ്ടും നമുക്ക് ഗ്രോ ബെഡുകളിലേക്കാണ് പോകുന്നത്. അവിടെ ചെടികൾ നട്ടിട്ടുണ്ട്. തക്കാളി, ചീനി, വെണ്ട, വഴുതന, മുളക് തുടങ്ങിയവയാണ് അവിടെ നട്ടിരിക്കുന്നത്. അവ നല്ല വിളവ് നൽകും നമുക്ക്. അവയ്ക്ക് അത് മണ്ണില്ലാത്ത കൃഷിയാണ് സംഭവം. പിന്നെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈഡ്രോപോണിക്സിലൂടെയും കൃഷി ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഒഴുകി പോകുന്ന വെള്ളം പൈപ്പിലൂടെ ഹൈഡ്രോപോണിക്സ് രീതിയിലും ഒരു 140 ചെടികൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ മുന്തിരിയും കൃഷി ചെയ്തിട്ടുണ്ട്. മുന്തിരി കൃഷി ചെയ്തതിന് ഉദ്ദേശം പോണ്ടിന് ഒരു കുളിർമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂട് കൂടുന്ന വേനൽക്കാലത്ത് ഭയങ്കര ഈ UV ഷീറ്റ് ഇട്ടുകൊണ്ട് പോണ്ടിൽ നല്ല ചൂടാണ്. അപ്പോൾ അത് മേലെ ഒരു പന്തൽ പോയി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ അവയ്ക്ക് തണുപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പച്ചിലകളെ ഭക്ഷിക്കുന്ന ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ്. അവയ്ക്ക് കൊടുക്കാൻ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാമെങ്കിൽ അവ പെട്ടെന്ന് വളർന്നു കിട്ടും. അവയ്ക്ക് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ കിട്ടുന്ന ഒരു പച്ചില ചെടിയാണ് അസോള. അവ വെള്ളത്തിൽ വളരും. ഞാനിവിടെ ഈ മീനിൻ്റെ വേസ്റ്റിൽ ഒഴുകുന്ന വെള്ളത്തിൽ അവർക്ക് നല്ല വളം അടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ അസോള വളർത്തുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പക്ഷേ മഴക്കാലമാകുമ്പോൾ അവ ചീഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി UV ഷീറ്റിൻ്റെ അടിയിൽ ഇത് വളർത്താനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ നേരം കറണ്ട് പോവുകയാണെങ്കിൽ ഞാനിവിടെ ഒരു വെഞ്ചുറി എയറേഷൻ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. വെഞ്ചുറി എയറേഷൻ സിസ്റ്റം വളരെ നല്ലതാണ്.
കൃഷി വകുപ്പിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ സർക്കാർ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഞാനിവിടെ എനിക്ക് പേരാവൂർ കൃഷിഭവനിൽ ചെറിയ സ്ഥലമുള്ളതുകൊണ്ട് പേരാവൂർ കൃഷിഭവനിലും കണിച്ചാർ കൃഷിഭവനിലും അവിടുത്തെ മാർക്കറ്റിംഗ് ഗ്രൂപ്പുകളിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട്. ഞാൻ ആ 2 ഗ്രൂപ്പുകളിലും ഞാൻ പരസ്യം ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം പേര് ഇവിടെ തന്നെ വന്ന് വാങ്ങുകയാണ് എല്ലാവരും തന്നെ. ഞാൻ എവിടെയും കൊണ്ടു കൊടുക്കുന്നില്ല. ഇവിടെ വന്ന്